ഈ നെർവ് കംപ്രഷൻ എന്താണ്, കാലിലേക്ക് വേദന വരുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. നടുവിൽ നിന്ന് കാലിലേക്ക് ഇപ്പോൾ ടിംഗ്ലിങ്, നംനെസ് ഇങ്ങനെയൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നെർവ് കംപ്രഷനാണ്. അപ്പോൾ നമ്മുടെ നട്ടെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നെർവ്സ് ആണ് ശരിക്കും ബ്രെയിനിലേക്കുള്ള ഈ സിഗ്നൽസിനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു നെർവ് പ്രഷർ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആകുമ്പോൾ അവിടെ വേദന, ടിംഗ്ലിങ്, മരവിപ്പ്, നംനെസ് ഇതൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണിക്കും. ഒപ്പം ബലക്കുറവും കാണിക്കാം. ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷനോ അല്ലെങ്കിൽ നട്ടലിലെ നാരോയിങ് ഇവയൊക്കെ പലരിലും നെർവിനെ സാരമായി ബാധിക്കുകയും MRIയിൽ ശരിക്കും നെർവ് കംപ്രഷൻ കണ്ടാൽ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തുണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിംറ്റംസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ആവശ്യമായ MRI ഇതെല്ലാം ചേർത്തിട്ടാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്. കാലിന് ബലം കുറയുകയോ നടക്കാൻ ബുദ്ധിമുട്ടുകയോ ബ്ലാഡർ അല്ലെങ്കിൽ ബൗവൽ കൺട്രോളിൽ മാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ നമ്മൾ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യണം. അപ്പോൾ നെർവ് കംപ്രഷൻ ഒരു MRI ഫൈൻഡിങ് മാത്രമല്ല, നിങ്ങളുടെ സിംറ്റത്തിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു ക്ലിനിക്കൽ പ്രോബ്ലമാണ്. ഇത്തരം സ്പൈൻ ഹെൽത്ത് ടിപ്സ് അറിയാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.